ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഖത്തറിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ വെറുതെ ഒന്ന് അമർത്തിക്കളെ. നമ്മളിപ്പോൾ ഉള്ള ഖത്തറിലെ വില്ലാജ് മാളിൻ്റെ ഫ്രണ്ടിലാണ്. ഈ കാണുന്ന ബിൽഡിംഗ് അല്ലേ, ഇതാണ് വില്ലാജിയോ ടോർച്ച് ടവർ. ഖത്തറിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മിന്നു കളിക്കുന്നത്. അതാണ് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഒരുപാട് ബിസിനസ് സ്പേസും ബിസിനസ് സെൻറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് ഖത്തറിലെ ടോർച്ച് ടവർ. അതായത് നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. നമ്മൾ 3-ാം നമ്പർ ഗേറ്റ് വഴിയാണ് നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ സമയം രാത്രി 10 മണി ആവാറായി. എന്നാലും അത്യാവശ്യം ജനത്തിരക്കുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ മാളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു മാളാണിത്. അത് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പർച്ചേസിങ്ങിന് വരുന്നതൊക്കെ അത്യാവശ്യം നല്ല സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. ഒട്ടുമിക്ക ആളുകൾ ഇവിടെ വരുന്നത് സമയം ചിലവഴിക്കാൻ വേണ്ടി മാത്രമാണ്. വൈകുന്നേരം സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇടാണ്. തണുപ്പ് കാലമാണെങ്കിൽ അകത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിടും. ചൂടുകാലമാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചും ഒന്ന് നൈസായിട്ട് തണുപ്പിച്ചിടും. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇവിടെ കയറുന്നത് സമയം ചിലവഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഫാമിലിയും കുട്ടികളുമായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൾ തന്നെയാണിത്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടുന്ന ഒരു അടിപൊളി മാൾ തന്നെയാണിത്. ഒരു വലിയ കെട്ടിടത്തിനകത്ത് ഒരു സിറ്റി തന്നെ പണിത് വെച്ച ഫീലാണത്. നീലാകാശവും അതിൻ്റെ താഴെ 3-4 നിലയുള്ള ബിൽഡിങ്ങും സ്ട്രീറ്റും കനാലും തോടും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി വ്യത്യസ്തമായ രീതിയിലൊരു തീമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു മാളാണിത്. യൂറോപ്പിലെ ഏതെങ്കിലും നഗരത്തിലെത്തിയ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക. ചെറിയ ചെറിയ സ്ട്രീറ്റുകളും കനാലുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി നിർമ്മിതി തന്നെയാണിത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ഡബിൾ ഡെക്കർ വാനാണ് വരുന്നത്. അതിൻ്റെ 2 നിലകളിലായിട്ടും യാത്രക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളാണുള്ളത്. കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് മുതിർന്നവരും അവരുടെ പിന്നാലെ ഉണ്ടാവും. ഒരു നിശ്ചിത ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഈ മാളിലൊക്കെ ഇങ്ങനെ കറങ്ങി അടച്ചു വരാം. ഒരു ഉത്സവ നഗരം പോലെയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ മാളുകളിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മാളുകൾ ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രമാണ്. പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് ഇവിടെ ഒരുപാട് ടൈം എൻ്റർടൈൻ ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളതിൻ്റെ ഒരു കാരണം. ഒരുപാട് ആളുകൾ വരുന്നതും അതിനൊക്കെ വേണ്ടി തന്നെയാണ്. ഇത് അടുത്തൊരു ട്രെയിൻ വരുന്നത്. ഇതിലൊന്നും ആരും കയറിയിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചുറ്റി അടിച്ച് റൗണ്ട് വരുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ആൾക്കാർ കയറുമായിരിക്കും. ഈ കനാലിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ബോട്ട് റൈഡും അവൈലബിൾ ആണ്. ഏകദേശം 20 ബോട്ടുകൾ ഇവിടെ റൈഡ് നടത്തുന്നുണ്ട്. ഒരു ബോട്ടിൽ ഒരേ സമയം 4 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുക. അതിൻ്റെ കൂടെ നമുക്കൊരു തുഴച്ചിൽക്കാരൻ ഉണ്ടാവും. ആക്ച്വലി തുഴഞ്ഞിട്ടല്ല അത് പോകുന്നത്, ബാറ്ററിക്കാണെങ്കിലും അയാളുടെ കയ്യിലൊരു ലിവർ ഉണ്ട്. ആ ലിവറിൻ്റെയാണ് ആക്സിലേറ്റർ ഉള്ളത്. അപ്പോൾ അയാളത് തിരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പോകും. എൻട്രി പോയിന്റ് നിന്ന് ഇതുപോലെ ആൾക്കാർ ഫില്ലായി കഴിഞ്ഞാൽ ഞാൻ കാലുകൊണ്ടൊരു പുഷ് ചെയ്തിട്ട് അവർ നമ്മുടെ നാട്ടിലൊക്കെ തോണിക്കാർ കയറുന്ന പോലെ ചാടി കയറും. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരു ബോട്ട് പോകുമ്പോൾ തന്നെ അടുത്ത ബോട്ടിൽ വന്നിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് പുതിയ ആൾക്കാരെ കയറ്റിയിട്ട് അവരിങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു 24 hours. ബോട്ടിൽ കയറുന്നതിന് മുന്നേ അവിടെ കുറച്ച് റൂൾസും റെഗുലേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1.5 അടിയിൽ താഴെയുള്ളവർക്ക് എന്തായാലും ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബോട്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണപാനീയങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒരേ സമയം 4 പേർക്ക് യാത്ര ചെയ്യാനും പറ്റുള്ളൂ. നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു ഷോട്ട് ഈ കനാലിനെ ക്രോസ് ചെയ്യുന്നൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ടാണ്. അത് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ക്യൂ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനും നമ്മളെ പിന്നിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വിസ്തീർണമുള്ള ഒരു മാളാണ് തന്നെ. നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു നീലാകാശത്തിൻ്റെ അടിയിൽ കൂടെ ഒരു പച്ചക്കടൽ പോകുന്നു. അതിൻ്റെ നാട്ടിൽ ചുവന്ന ബിൽഡിങ് അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബോട്ടിലുള്ള ഒരു യാത്ര അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഖത്തറിൽ ഫാമിലി ആയിട്ട് വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി മാൾ തന്നെയാണിത്. പ്രത്യേകിച്ച് രാത്രിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂടുകയുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ പർച്ചേസിങ്ങും ഫുഡ് അടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഏരിയകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ കനാലിന് ഏകദേശം 150 മീറ്ററാണ് നീളം. അതിവിസ്തൃതമായി കിടക്കുന്ന വില്ലാജ് മാളിൻ്റെ അങ്ങേയറ്റം വരെ ഈ ഒരു കനാൽ ചെന്ന് എത്തുന്നുണ്ട്. നമ്മളിതിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ യൂറോപ്പിൽ ഏതെങ്കിലും സ്ട്രീറ്റിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. സെൻറ്ററിൽ കൂടെ ഒരു കനാലും അതിൻ്റെ ചുറ്റുപുറം നല്ല അടിപൊളി ഡിസൈനിൽ ചെയ്തു വെച്ച ബിൽഡിങ്ങും അതിൻ്റെ ഉള്ളിൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങളുടെ ഷോപ്പുകളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ കനാലിൻ്റെ കാഴ്ചകളിൽ നിന്നൊക്കെ മാറി നമ്മളിതാ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാളിൻ്റെ ഉള്ളിലെ തെരുവിലേക്ക് ഒരുപാട് നല്ല ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കാണാനുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പർച്ചേസ് ചെയ്യാൻ ആൾക്കാരും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സ്വദേശികൾ തന്നെയാണ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ എത്തുന്നത്. കാരണം ബ്രാൻഡ് സാധനങ്ങളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഖത്തറികൾ. അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രതീകമാണ് ഈ ബ്രാൻഡ് സാധനങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത്. ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാനുള്ള കാരണം അവരുടെ കയ്യിൽ നല്ല പൈസ ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കയ്യിലും നല്ല പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമല്ലേ യൂസ് ചെയ്യാറുള്ളൂ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ
ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്വദേശികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല സാലറി തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുപരി ഇവിടെ നിന്ന് കിട്ടുന്ന പ്രകൃതിവാദങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഇവരുടെ എല്ലാ പൗരന്മാരെയും അക്കൗണ്ടിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ലാവിഷായിട്ട് ജീവിക്കാമല്ലോ, അതിനുള്ള വരുമാനം അവർക്ക് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ നടത്തം തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതാ ഖത്തറിൽ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയത്, ആപ്പിൾ ബീസ് റെസ്റ്റോറൻറ്റ്. നല്ല ലക്ഷറി ലുക്കിലൊക്കെ ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണത്. അതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ തന്നെ അവർ ഡൈനിങ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു കനാലിൻ്റെ തീരത്ത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ഏരിയയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രത്യേക ഒരു ഫീൽ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനത്തെ നമ്മൾ നടന്ന് കനാലിൻ്റെ മറുവശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ബോട്ടുകളൊക്കെ വന്ന് തിരിച്ചു പോകുന്ന സ്ഥലം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നടന്നിട്ട് നമുക്ക് പോവാം, പർച്ചേസിങ്ങിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നടന്നിട്ട് തന്നെ തിരിച്ചു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്ത് നമ്മൾ പുതിയ ടിക്കറ്റ് എടുക്കേണ്ടി വരും. എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്ന് വളച്ച് കൊണ്ടുപോയി. ഫാമിലി ആയിട്ടൊക്കെ ഈ മാൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു ബോട്ട് റൈഡ് എൻജോയ് ചെയ്യണം കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു ആക്ടിവിറ്റിയാണ് ഈ മാളിലത്. 2006 ജൂൺ മാസത്തിലാണ് ഈ ഒരു മാൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഖത്തറിലെ വ്യവസായിയും പ്രമുഖനുമായ അബ്ദുൽ അസീസ് അൽ റഹ്മാനിയാണ് ഈ ഒരു മാളിൻ്റെ ഓണർ. ഒരു വലിയ ഇറ്റാലിയൻ പട്ടണത്തിൻ്റെ മാതൃകയിലാണ് നമ്മൾ മാൾ ഒരുക്കിയിട്ടുള്ളത്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്, പ്രത്യേകിച്ച് ആ ഒരു ദീപമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ. അങ്ങനെ കനാലിൻ്റെ തീരത്തുനിന്ന് നമ്മൾ നേരെ പോയത് നമ്മൾ ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ്. അതായത് ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ മലയാളികളുടെ ഷോപ്പായ ടീ ടൈം കാണാനുണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, മലയാളീസ് ഇല്ലാത്ത ബിസിനസ് സെൻറ്റേഴ്സ് ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഒരുപാട് ചെയർ സൈഡിലിങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാ തരം ബ്രാൻഡ് ഫുഡ് ഐറ്റംസും കിട്ടും. അതുപോലെ ലൈവ് ജ്യൂസ് ഐറ്റംസ്, അങ്ങനെ എല്ലാ തരം ഫുഡ് ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫുഡ് ഐറ്റംസിൻ്റെ ഒരു വലിയ ലോകം തന്നെയാണിത്. നമുക്ക് എല്ലാ തരത്തിലുള്ള ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അത് കഴിക്കാനുള്ള നല്ല അടിപൊളി ഡൈനിങ്ങും നമുക്ക് ഇവിടെ തന്നെ അവരിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവിധ ബ്രാൻഡഡ് ഫുഡ് ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഖത്തറിൽ വളർന്നു വരുന്ന ചെറിയ ചെറിയ ബ്രാൻഡുകളും അതുകൂടെ തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള KFC, മെക്ഡൊണാൾഡ്സ്, പിസ്സ ഹട്ട്, ഡോമിനോസ്, ബർഗർ കിങ്, അങ്ങനെ എല്ലാതും നമുക്ക് ഒറ്റ കുടക്കയിൽ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഫുഡി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. ഫുഡ് അടിച്ച് ഒരു വിധമാവും. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ക്രേസുള്ള ആൾക്കാരായാലും നല്ല അടിപൊളി ഐസ്ക്രീംസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ നല്ല അടിപൊളി നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാനിരിക്കുന്ന ഡൈനിങ് ഹാളിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു ഐസ് സ്കേറ്റിംഗ് റിങ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന ഐസ് സ്കേറ്റിംഗ് ഷൂകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്കേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് സ്കേറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ മറിഞ്ഞ് നിലത്ത് വീഴുന്നൊക്കെ ഉണ്ട്. കുറച്ച് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ. എന്തായാലും കണ്ടു നിൽക്കാൻ വേണ്ടി ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു ചേട്ടനും ചേച്ചിയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അവർ പെയറാണെന്ന് തോന്നുന്നു. അറിയാത്തവർ ഇതുപോലെ സൈഡിലൂടെ പിടിച്ച് പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് പിടിച്ചു പോകാനുള്ള ഒരു വെഹിക്കിളും അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ തന്നെ കിട്ടും. അതുപോലെ നമുക്ക് ട്രെയിനേഴ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൂടെ വന്ന് നിൽക്കും. നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവർക്ക് നിശ്ചിതമായ ഫീസും കാര്യങ്ങളും കൊടുത്താൽ മതി. എവിടെയും ഇതിൻ്റെ മുകളിലും ഇതുപോലെ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. ആകാശത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും കച്ചറൊക്കെ വീഴേണ്ട വിചാരിച്ചിട്ടാവും. അങ്ങനെ അവിടുന്ന് നമ്മൾ നടന്നിട്ട് ഗെയിം സോണിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നു. അങ്ങനെ അതിൻ്റെ ഉൾവശത്തൊന്നും ക്യാമറ അവലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്കൊന്നും കയറാൻ നിന്നില്ല. സൈഡിലൂടെ അതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ വെറുതെ ക്യാമറയിൽ പകർത്തി അതിൻ്റെ സൈഡിലൂടെ നടന്നു. ഫാമിലീസ് ഒരുപാട് വരുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഉള്ളിൽ ക്യാമറ അവലോഡ് അല്ലാത്തത്. അവിടെ ക്യാമറ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. അതുകൊണ്ട് നമ്മൾ സൈഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ പകർത്തി നമ്മൾ മാടിൻ്റെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു. അവിടുന്ന് നമ്മൾ മുന്നിലോട്ട് നടന്ന് മാളിൻ്റെ വേറൊരു ഭാഗത്തെത്തി. വില്ലേജ് മാളിൻ്റെ പലവിധം തീമിലാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഒരു ബ്രിട്ടീഷ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലാണ്.
ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഒരു ഭംഗിയിലാണ് ഇത് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ആർക്കിടെക്ചറിൻ്റെ ഒരു അടിപൊളി വിസ്മയം തന്നെയാണ് ഈ ഒരു ബിൽഡിങ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു അടിപൊളി കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഒരു കാരവാൻ കോഫി ഷോപ്പ്, അതിൻ്റെ മുന്നിലിരുന്ന് ആൾക്കാർ കോഫി കുടിക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഡിസൈനും ഇതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ എന്തായാലും ഒരു ലക്ഷറിയാണ് ഇതിനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും ലക്ഷറി മാളുകളിൽ ഒന്നാണ് ഇത്. ഖത്തറിലെ ലക്ഷറി മാളുകൾ കുറച്ച് കൂടുതലുണ്ട്, എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് മാൾ ഇത് തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മാളിൻ്റെ മറ്റൊരു വശത്തേക്ക് എത്തി. ഒരൊറ്റ കെട്ടിടത്തിനകത്താണ് ഇത് മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് ആലോചിച്ച് നോക്കണം. എന്താണല്ലേ, ഏറ്റവും വിസ്തൃതിയുള്ള ഒരു മാളാണ് ഖത്തറിലെ ഇത്. ഒരു വലിയ ബിൽഡിങ്ങിനകത്തുള്ള ഒരു അടിപൊളി പട്ടണം, അതിൻ്റെ മുന്നിൽ നല്ല മനോഹരമായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച മുറ്റം. എന്താണ് തീം, അടിപൊളി. അതിൻ്റെ ഉള്ളിൽ അടിപൊളി റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും സുവനീർ കടകളും ഇലക്ട്രോണിക് ഷോപ്പും എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും വിൽക്കുന്ന ഷോപ്പുകളും. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്ന് നേരെ കയറി ചെല്ലുന്നത് ഒരു പെർഫ്യൂം സ്റ്റാളിൻ്റെ മുന്നിലായിട്ടാണ്. നല്ല അടിപൊളി പെർഫ്യൂംസ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഊതും അത്തറും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഉണ്ട് ഇവിടെ. നമുക്ക് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി തരും. നമുക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് ഒരു വാച്ചിൻ്റെ ഷോറൂമിലായിട്ടാണ്. എല്ലാ തരത്തിലുള്ള ബ്രാൻഡഡ് വാച്ചുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരം സ്റ്റാളുകളും നമ്മളിതിൻ്റെ സെൻറ്ററിൽ, ഈ ഒരു സ്ട്രീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒരുവിധ സ്റ്റാളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഹിജാബിൻ്റെ സ്റ്റാളാണ്. അവിടെ നിന്ന് നേരെ കയറിച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു മൊബൈൽ ഷോപ്പിൻ്റെ കൗണ്ടർ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കൗണ്ടറിനൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല റെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ സ്ക്വയർ മീറ്ററിനായിട്ടാണ് കൗണ്ടർ ഇടുമ്പോൾ നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടത്. അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിത് കാരിഫോറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കാരിഫോർ ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് സ്ട്രിങ്കിലാണ്. നമുക്ക് ആവശ്യമായ എല്ലാ തരം ഫുഡ് ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. ഫുഡ് ഐറ്റംസ് മാത്രമല്ല, നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും നമ്മുടെ ഡ്രസ്സുകളും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഡേറ്റ്സിൻ്റെ ഷോപ്പാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാത്തരം നല്ല വെറൈറ്റി ഡേറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ഇവിടെ, കാരണം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഇവിടെ കൊടുക്കുന്നത്. കിൻവാൻ എന്താ പേര്. അവിടെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പ്. ആഹാ, ബ്യൂട്ടിഫുൾ. എന്തായാലും ഐസ്ക്രീംസൊക്കെ പലതരം കളറിലും നമുക്കിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് ഈ ഐസ്ക്രീം സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കോഫി ഷോപ്പുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഡൈനിങ് അതിൻ്റെ സെൻറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഐഡിയയിലാണ് ഇവരിതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ ലോകം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള ഐറ്റംസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫുഡിന് ഫുഡ്, പർച്ചേസിന് പർച്ചേസ്, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആ പിങ്ക് ഡിസൈനിൽ കാണുന്നതാണ് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഇനിയും ഒരുപാട് മുന്നിലോട്ട് പോകാനുണ്ട് ഈ മാളിൽ. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലാവുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മളിതാ ഈ ഒരു മാളിൻ്റെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിക്കോളൂ. നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.